എല്ലാവർക്കും നമസ്കാരം. ഈ ബസ്സിലെ സീറ്റിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു. പുരുഷന്മാരുടെ സീറ്റ് മുഴുവൻ സ്ത്രീകളിരിക്കുന്നതുകൊണ്ട് പുരുഷന്മാർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ പുരുഷന്മാർക്ക് സീറ്റ് ഇല്ല. അത് നിയമത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. സ്ത്രീകൾക്കും മുതിർന്നവർക്കും പിന്നെ അമ്മയും കുഞ്ഞിനും റിസർവ് ചെയ്തിട്ടുണ്ട്. റിസർവ് ചെയ്ത സീറ്റിൽ അവർക്ക് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള സീറ്റിൽ എല്ലാവർക്കും ഇരിക്കാം, ആർക്ക് വേണമെങ്കിലും ഇരിക്കാം. അവിടെ കൊണ്ട് ഇപ്പം പുരുഷന്മാരിരുന്നുകൊണ്ടോ സ്ത്രീകളിരുന്നുകൊണ്ടോ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകളുടെ സീറ്റിൽ അല്ലാതെ കോമൺ സീറ്റിൽ ഒരു സ്ത്രീ ഇരുന്നു, അവിടെ ഒരു സീറ്റുണ്ടെങ്കിൽ അവിടെ ഒരു പുരുഷന് ഇരിക്കാം. അതിന് സ്ത്രീകൾക്ക് തടസ്സപ്പെടുത്താൻ പാടില്ല. പിന്നെ സീറ്റുകൾ തമ്മിൽ തർക്കം വന്നു കഴിഞ്ഞാൽ, ഇപ്പം സംവരണം ചെയ്ത സീറ്റിൽ വേറെ ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞാൽ ആ സംവരണത്തിന് അർഹതപ്പെട്ടവർക്ക് പരാതിപ്പെടാം. ആരോടാ പരാതിപ്പെടണ്ടേ? കണ്ടക്ടറോട് പരാതിപ്പെടാം. കണ്ടക്ടറോട് പറഞ്ഞിട്ട് കണ്ടക്ടർ അതിൻ്റെ ഇനി പരിഹരിക്കേണ്ടതാണ്. അത് നിയമമാണ്. ഇനി കണ്ടക്ടർ അതിന് തയ്യാറായില്ലെങ്കിൽ, ഇപ്പോൾ മറ്റു കാര്യങ്ങൾ കൊണ്ട് ട്രിപ്പ് മുടക്കും, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അസൗകര്യമാണ് എന്നൊക്കെയുള്ള കാരണം കൊണ്ട് കണ്ടക്ടർ അതിന് തയ്യാറായില്ലെങ്കിൽ കണ്ടക്ടർ പേരിൽ പരാതി കൊടുക്കാനുള്ള നിയമമുണ്ട്. അങ്ങനെയാണ് നിയമത്തിൻ്റെ വശം. അല്ലാതെ പുരുഷന്മാർക്കായിട്ട് സീറ്റില്ല. ഇനി പുരുഷന്മാർക്ക് ഈ പുതിയ കാലഘട്ടത്തിൽ പലർക്കും സീറ്റ് കിട്ടാറില്ല. സ്ത്രീകൾ കയറി ഇരുന്നിട്ട് അവിടെ ഇരിക്കാൻ പലരും ധൈര്യപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പീഡനം പോലെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകും. നമ്മുടെ സംസ്കാരം അത്രമാത്രം പുരോഗമിച്ചിട്ടില്ല. നമ്മുടെ സംസ്കാരം എപ്പോഴും ഒരു ബാല്യദശയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സ്ത്രീകളുടെ അടുത്തിരിക്കുന്ന പുരുഷന്മാരൊന്ന് മുട്ടിയെന്നോ ഒക്കെ പറഞ്ഞ് ചില സ്ത്രീകളൊക്കെ ബഹളം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുരുഷന്മാരതിനു വേണ്ടി ഒന്ന് പരിശ്രമിക്കേണ്ടി വരും. കാരണം അത് നിയമത്തിന് എന്തെങ്കിലും ഭേദഗതിയോ മാറ്റങ്ങളോ വരുത്താൻ വേണ്ടി പുരുഷന്മാർ കൂടുതൽ പരിശ്രമിച്ചാൽ ചിലപ്പോൾ അതിന് ഫലം കണ്ടേക്കാം. അത്രേ ഉള്ളൂ.